കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി. ചാളക്കാട് മടന്തക്കോട് കവുങ്ങിൻതോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അർച്ചന രവീന്ദ്രൻ നൽകും വിവരങ്ങൾ. അർച്ചന, പുലി കുടുങ്ങിക്കിടക്കുകയാണോ? അതാണോ നമ്മളിപ്പോൾ ആ വൃത്തത്തിനുള്ളിൽ കാണുന്നത്? സുജിയ, ഇന്ന് 7 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. പുലിയെ ഇപ്പോൾ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു തുരങ്കത്തിന്റെ പുറത്തായിട്ട് ഇപ്പോൾ വല വിരിച്ചിട്ടുണ്ട് ഈ ഒരു RRT സംഘം. എന്തായാലും ഇനി വെറ്റിനറി ഡോക്ടർ അടക്കം സ്ഥലത്തെത്തേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ വയനാട് നിന്നും ഉൾപ്പെടെയുള്ള വെറ്റിനറി ഡോക്ടർമാരാണ് സ്ഥലത്തെത്തേണ്ടത്. തുടർന്നാണ് മയക്കുവടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ച് പുലിയെ കീഴ്പ്പെടുത്തുക. എന്തായാലും ഇപ്പോൾ പ്രദേശത്ത് നിരവധി ആളുകൾ ചേരുന്നുണ്ട്. ഈ ഒരു പ്രദേശവാസി, അതായത് ഈ ഒരു കവുങ്ങ് തോട്ടത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശവാസിയാണ് ഇത്തരത്തിൽ പുലിയെ കാണുന്നത്. തുടർന്നാണ് വനംവകുപ്പ് അധികൃതരോട് അല്ലെങ്കിൽ നാട്ടുകാരോട് വിവരം പറയുന്നത്. എന്തായാലും ഇപ്പോൾ പുലിയെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ഇപ്പോൾ വെറ്റിനറി ഡോക്ടർമാർ വരേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട്. ചേച്ചി, ഇന്നായിരുന്നു സംഭവം? ഇന്ന് 6:30-ക്കായിരുന്നു. അതവർ വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോട്ടോർ ഓഫാക്കാൻ പോകുന്ന സമയത്ത് അവിടുന്ന് ശബ്ദം കേട്ടിട്ടാണ് അവിടുന്ന് വന്ന് അച്ഛനോട് പറയുന്നത്. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനത് ഉറപ്പുവരുത്തി നമ്മുടെ നാട്ടുകാരെയും ഫോറസ്റ്റുകാരെയും അറിയിച്ചിരുന്നു. ഇവിടെ നിരന്തരം അങ്ങനെ പുലിയെ കാണാറുണ്ടോ? ഈ ഒരു 2 ആഴ്ചയായിട്ട് ഇവിടെ പുലിശല്യമുണ്ട്. അത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. DFOയും ടീമൊക്കെ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇപ്പം നിരന്തരം വീടുകളിൽ നിന്ന് പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു ഇപ്പോൾ ഈ അടുത്തുള്ള നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം അവരിവിടെ RRT ഇവിടെ തന്നെ അവരോടൊന്ന് ചോദിക്കാം. അതായത് ഈ കൊളത്തൂർ, കുണ്ടംകുഴി പ്രദേശങ്ങളിലൊക്കെ ഈ ജനവാസ മേഖലയിൽ പുലി കറങ്ങി നടക്കുന്നുണ്ട് എന്ന് കേട്ടിരുന്നു. അതാണോ ഇപ്പോൾ ഈ കൃഷ്ണന്റെ കവുങ്ങുതോട്ടത്തിന് സമീപം പാറമടയ്ക്കുള്ള ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നത്? DFOയും എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ DFO RRT ടീമൊക്കെ ഇവിടെയുണ്ട്, വടം പോലീസ്. തീർച്ചയായും സുജയ, കാരണം നേരത്തെ തന്നെ ഇവിടെ ഒരുപാട് പുലികളെ ഇവരെ കണ്ടിട്ടുണ്ട്. നാട്ടുകാരടക്കം അല്ലെങ്കിൽ ഈ ഒരു പ്രദേശവാസികളടക്കം പട്ടിയെ അതുപോലെ തന്നെ വീട്ടിൽ വളർത്തു മൃഗങ്ങളെ അടക്കം കടിച്ചു കീറുന്ന അല്ലെങ്കിൽ കണ്ടിരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം ഇതെല്ലാം സാക്ഷിയാണ്. എന്തായാലും ഇപ്പോൾ അത്തരത്തിൽ ആ ഒരു പുലിയാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇനി വനംവകുപ്പിന്റെ അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം എത്തേണ്ടതുണ്ട്. തുടർന്നാണ് ഈ പുലിയെ ഇവിടെ കീഴ്പ്പെടുത്തുക. എന്തായാലും കുടുങ്ങിയിരിക്കുന്നത്. മറ്റു പുലികളൊക്കെ പരിസരത്തുണ്ടാകുമല്ലോ കൊളത്തൂർ പ്രദേശത്ത്. അപ്പോൾ വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ വേണ്ടേ അർച്ചന? തീർച്ചയായും വനംവകുപ്പിന്റെ ഇടപെടൽ വേണം. വനംവകുപ്പ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ഇടപെടൽ മൂലം തന്നെ ഇപ്പോൾ ഡോക്ടർമാരെല്ലാം ഈ ഒരു സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ഒരു പുലിയെ ഇത്തരത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കൂ. ഇന്ന് രാത്രിയോടുകൂടെ ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടെ ഇവിടെ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളെ പുലർച്ചെയോടെ പുലിയെ കീഴ്പ്പെടുത്താനാകുമെന്ന വിവരമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ അർച്ചന, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കാസർഗോഡ് കൊളത്തൂർ, കുണ്ടംകുഴി പ്രദേശങ്ങളിലെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയ പുലികളിൽ ഒന്നാണ് കുടുങ്ങിയിരിക്കുന്നത്.